ഹലോ, എൽമാസ് ടൈലറിംഗ് വെള്ളിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ 38 ചെസ്റ്റ് അളവുള്ള ബ്ലൗസാണ് ഇന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇറക്കം വരുന്നത് 14.5 വണ്ണം, ചെസ്റ്റ് വണ്ണം 38, ബ്രസ്റ്റ് വണ്ണം 40, വേസ്റ്റ് വണ്ണം 36. ഇങ്ങനെയാണ് വണ്ണം വന്നിട്ടുള്ളത്. പിന്നെ ഷോൾഡർ 15, ആം ഹോൾ 17, കൈയിറക്കം 7 ഇഞ്ച്, കൈയുടെ മുകളിലത്തെ വണ്ണം 14, അടിയിലത്തെ വണ്ണം 12. ഇങ്ങനെയാണ്. നെക്ക് വരുന്നത് 7.5 ഇഞ്ച്. ഫ്രണ്ട് വശം ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്കി നമുക്ക് ഈ അളവ് വെച്ചിട്ട് നമുക്ക് ബ്ലൗസ് വെട്ടുന്നത് നോക്കാം. തുണി നമുക്ക് രണ്ടാക്കി മടക്കിയിടാം. നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് അടിവശം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ അടിവശം ക്ലിയർ ആക്കി കട്ട് ചെയ്തു. ഇത് നമുക്ക് ഇറക്കം പിടിക്കാം. 14 അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചാണ് ഇതിൻ്റെ കൂടെ ഇറക്കത്തിൻ്റെ കൂടെ എടുത്തത്. 15. നമ്മൾ ഇറക്കം രേഖപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് നോക്കേണ്ടത്. കഴുത്തിറക്കം 7.5. കഴുത്തിറക്കം 7.5 ആയതുകൊണ്ട് നമ്മൾ ഷോൾഡറിന് നമ്മൾ എത്ര കുറയ്ക്കേണ്ടത് നോക്കാം. നമുക്ക് ഷോൾഡർ 15. 15 നിന്നും നമ്മുടെ 7.5 ഇഞ്ച് ഇറക്കം ആയതുകൊണ്ട് നമ്മൾ 1.5 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 13.5 വന്നു. അപ്പോൾ നമുക്ക് 13.5യുടെ 2-1 വണ്ണം എന്ന് പറയുന്നത് 6.25. നമ്മൾ കഴുത്തിറക്കം 7.5 കൊടുത്തത്. അതുകൊണ്ട് തന്നെ 15 നിന്ന് 1.5 കുറച്ച് നമ്മൾ 6.25 രേഖപ്പെടുത്തി. ഇനി നമുക്ക് കൈക്കുഴി. നമ്മൾ 6.25 കൈക്കുഴിയായിട്ട് കൊടുക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് 17 ഇഞ്ചാണ് ഹോൾ റൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 8.5 കിട്ടണം. അതുകൊണ്ട് നമ്മൾ 6.25 കൊടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം നോക്കാം. ചെസ്റ്റ് വണ്ണം നമുക്ക് വേണ്ടത് 10.5 ഇഞ്ചാണ്. നമ്മൾ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി. അടിവശത്തെ 36. 10 ഇഞ്ച് 10.5 വരുന്നത് 38ൻ്റെ കൂടെ 4 കൂട്ടി 42 വന്നു. 42ൻ്റെ 4.1 എന്ന് പറയുന്നത് 10.5. അപ്പോൾ അടിവശത്ത് 36. 36ൻ്റെ 4.1, 4 കൂട്ടുന്നില്ല. അപ്പോൾ 36ൻ്റെ 4.1 കണ്ടിട്ട് അത് 9 ഇഞ്ച്. 9-4 36. അപ്പോൾ 9 ഇഞ്ച് നമ്മൾ രേഖപ്പെടുത്തി. നമുക്ക് വരയ്ക്കാം. നമ്മൾ തലത്തുമ്പം വരച്ചു. ഇനി നമുക്ക് കൈക്കുഴി 6.25 നമുക്ക് 3 ഒരു പോയിന്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് വരയ്ക്കാം. നമ്മൾ കൈക്കുഴി വരച്ചു. ഇനി നമുക്ക് ഇവിടെ തലത്തുമ്പ് ശേഷം നമുക്ക് അളന്ന് നോക്കാം. നമുക്കിവിടെ 8.5 കിട്ടുന്നുണ്ട്. നമുക്കിനി കഴുത്ത് അകലമാണ് കൊടുക്കേണ്ടത്. ഇവർക്ക് അധികം കഴുത്ത് വിടർന്ന് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ 2.25 കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നത്. പക്ഷെ താഴെ നമ്മൾ അത് 2.5 കൊടുക്കും.
നമ്മൾ ഇത്രയും വരച്ചു. നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി. പുറകുവശം നമ്മൾ വരച്ചു കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പുറകുവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യ് മുൻവശം കൈ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കൈയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കൈ നമുക്ക് അളക്കാം. അപ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കൈയുടെ ഇറക്കം വരേണ്ടത്. 7 ഇഞ്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയിടാം. ഇവിടെ വീതി മടക്കി തയ്ക്കണം, ഇവിടെ 1/2 ഇഞ്ച് വേണം. അതുകൊണ്ട് നമ്മൾ 3 ഇഞ്ച് കൂട്ടിട്ടു. 10 ഇഞ്ച് അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്കിതിൻ്റെ വണ്ണം വരുന്നത്, മുകളിലത്തെ വണ്ണം വരുന്നത് 14ആണ്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കാം. 7 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി വണ്ണം. അടിവശത്തെ വണ്ണം 12ആണ്. 6 ഇഞ്ച് നമ്മൾ. ഇനി നമുക്ക് റിഗാൾ ഷേപ്പ് കിട്ടണം. ഇവരുടെ കൈവണ്ണം 17 ആണെങ്കിൽ, കൈവണ്ണം 14 ആണെങ്കിലും ഇവരുടെ ആം ഹോൾ റൗണ്ട് 17 ആണ്. അപ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് 17 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കണം. 17.5 കിട്ടുന്നുണ്ടോ നോക്കണം. നമുക്ക് റിഗാൾ ഷേപ്പ് എടുക്കണം. ഇവർക്ക് കൈവണ്ണം കുറവും റിഗാൾ ഷേപ്പ് കൂടുതലായതുകൊണ്ട് നമ്മൾ റിഗാൾ ഷേപ്പിൻ്റെ ഇറക്കം നമ്മൾ കൂടുതൽ കൊടുക്കണം. അതായത് നമുക്ക് 38ആണ് ചെസ്റ്റ് അളവ്, പക്ഷെ നമ്മൾ 4 ഇഞ്ച് റിഗാൾ ഷേപ്പായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് നോക്കാം. പിന്നെ റിഗാൾ ഷേപ്പ് ഒന്ന് അളന്നു. അപ്പോൾ നമുക്കിവിടെ 8.5 റിഗാൾ ഷേപ്പിനായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിത് വരച്ചു. അപ്പോൾ നമുക്ക് ആം ഹോൾ റൗണ്ട് കൂടുതലും കൈവണ്ണം കുറവുമാണെങ്കിൽ നമ്മൾ റിഗാൾ ഷേപ്പിൻ്റെ ഇറക്കം കൂടുതൽ കൊടുക്കാം. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മളെ കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് ക്രോസ് ആണ് കട്ട് ചെയ്യുന്നത്. പുറകുവശം എടുത്ത് വെച്ചിട്ട് ക്രോസ് കട്ട് ചെയ്യാം. പുറകുവശം നമ്മൾ ഇങ്ങനെ ഒരു ക്രോസിൻ്റെ അവിടെ വെച്ച്, അതായത് കോണിൻ്റെ അവിടെ വെച്ച് അതിനുശേഷം നമുക്ക് വരച്ചെടുക്കാം. കൈക്കുഴി എല്ലാം അതുപോലെ തന്നെ വരച്ചെടുക്കുക. വണ്ണം നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടിയിടുക. കഴുത്ത് നമുക്ക് 6 ഇഞ്ച് മതി. ഇത് 7.5 ഇഞ്ചുണ്ട്. നമ്മൾ ഇത്രയും വരച്ചു. നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് അണ്ടർവെസ്റ്റിൻ്റെ ഇറക്കം രേഖപ്പെടുത്തണം. അപ്പം 12.5 ഇവർക്ക് അണ്ടർവെസ്റ്റിൻ്റെ ഇറക്കമായിട്ട് വരുന്നത്. നമ്മൾ 13.5 എടുക്കും. 1 ഇഞ്ച് കൂടുതലെടുക്കും. അണ്ടർ പോയിൻറ്റിൻ്റെ ഇറക്കം വരുന്നത് 10 ഇഞ്ചാണ്. അകലം വരുന്നത് നമ്മൾ 38ആണ് ചെസ്റ്റ് അളവുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 4 ഇഞ്ച് എടുക്കും. ഇപ്പം ബ്രസ്റ്റും വേസ്റ്റും തമ്മിൽ 4 ഇഞ്ച് അകലമുണ്ട്. അതായത് 40ആണ് ഇവിടെ ബ്രസ്റ്റ് വരുന്നത്. ഇവിടെ 36ആണ്. 4 ഇഞ്ചിൻ്റെ അകലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ 2 ഇഞ്ച് ടക്കിൻ്റെ വീതി കൊടുക്കും. അതായത് 1 ഇഞ്ച് വെച്ച്. ടക്കിൻ്റെ അകലം കണ്ടുപിടിക്കുന്ന എപ്പോഴും ബ്രസ്റ്റ് അളവും വേസ്റ്റ് അളവും തമ്മിലുള്ള വ്യത്യാസം ആനുപാതികം അനുസരിച്ചാണ്.
അപ്പോൾ നമുക്കിവിടെ ഷേപ്പിന് വേണ്ടി 1.5 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച്. ഇത് വ്യത്യാസം വരും. ചിലർക്കിത് 1 ഇഞ്ച് മതിയാവും, ചിലർക്കിത് 1.5 ഇഞ്ച് മതിയാവും. ഇത് ഒരു പൊക്കം കുറഞ്ഞായതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഷേപ്പിന് കൊടുത്തത്. നമ്മൾ ഫ്രണ്ട് വശത്ത് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് അകലത്തിൽ, ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് അകലത്തിൽ. നമ്മൾ ടക്കിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്ത് ഇച്ചിരി ചെരിച്ച് വരയ്ക്കണം ഉള്ളിലേക്ക്, എന്നാലേ നമുക്ക് നല്ലൊരു യു കിട്ടുള്ളൂ. ഒരു 4 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വരച്ചു. അതിന് ശേഷം നമ്മൾ വിടർന്ന ഒരു യു. ഇപ്പോൾ കഴുത്ത് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ കറക്റ്റ് ആക്കണം. അവിടെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തു. നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് തുണി സേവ് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ ആ വരച്ചെടുത്തോടെ തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ സേവ് ചെയ്ത് വെട്ടിയെടുക്കും. നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കഴിഞ്ഞു, പുറകുവശം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ബെൽറ്റ് ഇവിടെ നമുക്ക് 3.5 ഇഞ്ചാണ്, അപ്പോൾ 4.5 ഇഞ്ച്. ഇവിടെ നമുക്ക് 3.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂടി 4.5 എടുക്കും. ഇവിടെ നമുക്ക് 2.25 വരുന്നു, നമ്മൾ 3.25 എടുക്കും. ഇവിടെ നമുക്ക് അത് ഇവിടുത്തെ ടക്കം കൊണ്ടിട്ട് ഇച്ചിരി കയറും. ഇങ്ങനെ നമുക്കിവിടെ 3.5 ഇഞ്ച് വരുന്നു, നമ്മളവിടെ 4.5 എടുക്കും. അപ്പോൾ ഇവിടെ 4.5, ഇവിടെ 3.25 ആയിട്ട് എടുക്കും നമ്മൾ ബെൽറ്റ്. നമ്മൾ ബെൽറ്റ് പീസ് എടുക്കാൻ പോകണം. നമുക്ക് വണ്ണം വരുന്നത് 9 ഇഞ്ചാണ് അടിവശത്ത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ച് 10.5 ഇഞ്ച് നമ്മൾ വണ്ണത്തിനെടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 4.5 ഇഞ്ച്. ഈ സൈഡിൽ നമ്മൾ 4.5 ഇഞ്ച് എടുക്കും. ഈ സൈഡിൽ നമ്മൾ 4.5 ഇഞ്ച് എടുക്കും. നടുക്ക് വശത്ത് നമ്മുടെ ടക്ക് വരുന്നിടത്ത് 3.25 എടുക്കാം. അപ്പോൾ നമ്മുടെ ബെൽറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള എളുപ്പ വഴി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പേടിക്കുമ്പോഴാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അളവുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ എങ്ങനെയാണോ ലൂസ് കൂട്ടുന്നത് അതും ലൂസ് കൂട്ടിയിട്ട് അളവ് രേഖപ്പെടുത്തി കറക്റ്റായിട്ട് വെട്ടി വെക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന വിധം കാണിക്കുന്നില്ല, കാരണം ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വിധം കാണിക്കുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഫോട്ടോ കാണിക്കാം. 8 ഇഞ്ചിൻ്റെ സാരി ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ഞാനിത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഇതിൻ്റെ തയ്ക്കുന്ന വീഡിയോ, അതായത് സാരി ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഞാൻ വേറൊന്ന് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ 38 ഇഞ്ചിൻ്റെ സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തിരിച്ചു വരാം. താങ്ക് യു.